ട്രംപ് ഓഫ് ദ വില്ല് എന്ന് കേട്ടിട്ടുണ്ടോ? 1935 ജർമ്മനിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു നാസി പ്രൊപ്പഗണ്ട മൂവിയായിരുന്നു ട്രംപ് ഓഫ് ദ വില്ല്. അഡോൾഫ് ഹിറ്റ്ലറെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ? ലോകം കണ്ട എക്കാലത്തെയും വലിയ ഡിക്റ്റേറ്റർ. അദ്ദേഹത്തിൻ്റെ സകല തെമ്മാടിത്തരങ്ങളെയും വെള്ളപൂശുന്നതായിരുന്നു ആ ഒരു സിനിമ. ജർമ്മനിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അന്നത്തെ ഒരു ആക്ട്രസും എഴുത്തുകാരിയും എഡിറ്ററും പ്രൊഡ്യൂസറുമായിരുന്ന ലെനി റൈഫൻസ്റ്റാളാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തതും എഴുതിയതും എഡിറ്റ് ചെയ്തതും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു സിനിമയെ കുറിച്ച് വിമർശിച്ച് രംഗത്തെത്തി. പക്ഷേ ഡിക്റ്റേറ്റർ ആരാണ്? അഡോൾഫ് ഹിറ്റ്ലർ. ആ ആളുകളൊക്കെ തുടച്ചു നീക്കി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. എന്നതുപോലെ ഞാൻ ഈ ഒരു കാര്യം പറയാൻ കാരണം, കശ്മീരി ഫയൽസ്, കേരള സ്റ്റോറി, ചാവ, അങ്ങനെ ഒരുപാട് സിനിമകൾ ഇന്നും, അതായത് ഇന്നലകളെ ചരിത്രങ്ങളെ വളച്ചൊടിച്ച് കണ്ട് ഒരുപാട് പറയുന്ന സിനിമകളുണ്ട്. ഇതിനെക്കുറിച്ച് സിനിമ കാണുന്ന സമയത്ത് നമ്മളൊരാളെ പോയി കാണണ്ട എന്നോ സംഭവങ്ങൾ പറയുന്നില്ല. ഒരിക്കലും വളച്ചൊടിച്ച ചരിത്രങ്ങളെ സിനിമയാക്കുന്നതിന് അത് സിനിമയുടെ ഒരു മോറൽ വാല്യൂസ് അത് ഹനിക്കുകയാണ് അല്ലേ? പക്ഷെ എമ്പുരാൻ എന്നുള്ള സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പൊളിച്ചെഴുതുന്നുണ്ട്. അത് ഇത്രയും വലിയൊരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഭയങ്കര വേൾഡ് ക്ലാസ് ഫ്രഞ്ചെന്നും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആക്ടേഴ്സൊക്കെ ആക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ, അത്ര വലിയൊരു വേഴ്സറ്റൈൽ രീതിയിൽ കഥ പറഞ്ഞ ആ ഒരു സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഡയലോഗുണ്ട്. അതൊരു മലപ്പുറംകാരനായതിനാണോ എനിക്കറിയുന്നില്ല. തൂക്കോനെ മലബാറി എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട് മലബാറിനെയ്യേ ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നുണ്ട്. തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു ഇങ്ങനെ പടക്കപ്പെട്ടൊരു ഗൂസ് പംസ് ഇങ്ങനെ വരും നമുക്ക്. അതിനൊക്കെ കാരണം എന്താ അറിയോ? പഴയ മലയാള സിനിമകളിൽ മലപ്പുറത്ത് ഭയങ്കര ടോക്സിസിറ്റിയാണ്, മലപ്പുറത്ത് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ്, മലപ്പുറം കത്തി, അതുപോലെ തന്നെ മലപ്പുറം ബോംബ് എന്നൊക്കെ പറയുന്ന ഒരുപാട് എഴുത്തുകളിൽ നിന്നും സിനിമകളിൽ നിന്നും എത്രയോ കാലം മാറിയിട്ട്, അതായത് ആ രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. അതിനുള്ള ഒരുപാട് സിനിമകൾ ഉദാഹരണമാണ് ഹലാൽ ലവ് സ്റ്റോറി, സുഡാനി ഫ്രം നൈജീരിയ, അങ്ങനെ മലപ്പുറത്ത് നിന്ന് ബേസ്ഡ് വന്ന സുലൈഖ മനസ്സിലാക്കി ഒരുപാട് സിനിമകൾ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇത്രയും വലിയ ഹെട്രോജീനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ബഹുമുഖന്മാരായിട്ടുള്ള ഒരുപാട് സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത്രയും വലിയ ഒരു സ്കെയിലിൽ വന്ന സിനിമ ഇത്തരം രാഷ്ട്രീയ, അതായത് ഇന്നലകളെ വളച്ചൊടിച്ച് ഒരുപാട് പ്രൊപ്പഗണ്ട മൂവികൾ വന്നിട്ടുണ്ട്. കശ്മീരി ഫയൽസ്, നേരത്തെ പറഞ്ഞിട്ടുള്ള കേരള സ്റ്റോറി, ചാവ, ഈ സിനിമകളൊക്കെ റിയാലിറ്റികളെ വളച്ചൊടിച്ചിട്ട് മറ്റൊരു രീതിയിലേക്ക് വോട്ടിംഗ് ബാങ്കുകളിലേക്ക് ആളുകളെ കൂട്ടാനുള്ള കുറേ പരിപാടികളായിട്ട് ചെയ്യുന്നുണ്ട്. ഈ സിനിമയിലും അത് പറയുന്നുണ്ട്. ഇതൊക്കെ അങ്ങനെ എന്തൊരു സാധനം പറയുന്നുണ്ട്, കറക്റ്റ് ഞാൻ പറയില്ല, സ്പോയിലർ ആവും. അപ്പോൾ ഇതൊക്കെ പറയുന്ന സാധനങ്ങൾ എന്താ അറിയോ? റിയാലിറ്റിയാണ്. ഇതാണ് ശരിക്കും സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു രാഷ്ട്രീയം മാത്രമല്ല, വേറെ പല കാരണം കൊണ്ട് നിങ്ങൾ സിനിമ പോയി കാണും. എമ്പുരാൻ നല്ല പടാ. ഓക്കെ.